2025 എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് കയറണം, അല്ല ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് 2025 എൻ്റെ ആകുന്നതിന് മുമ്പ് ഒരു ജോലിക്ക് കയറണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് വീഡിയോസ് ഫോർ യു. ഇന്ന് ഞാൻ 6 കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു റൈറ്റ് പ്രിപ്പറേഷൻ, എങ്ങനെ ഒരു ജോബിലേക്ക് കയറാൻ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെ വരണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ മൈ നെയിം ഇസ് ജോസ്ന ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, നല്ലൊരു ജോലിക്ക് കയറണം, അത്യാവശ്യം നല്ല പാക്കേജിലൊക്കെ കയറി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നൊക്കെ. പക്ഷേ ആഗ്രഹങ്ങൾ മാത്രം കൊണ്ട് നമുക്കത് റെഡിയാവില്ല. എന്തൊക്കെ ചെയ്താലാണ് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യേണ്ട റൂട്ട് മാപ്പ് മാത്രമായിരിക്കും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതിനനുസരിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസും കാര്യങ്ങളൊക്കെ എടുക്കാനും നേടാനും ഒക്കെ പറ്റും കേട്ടോ. നമ്പർ 1, സ്റ്റാർട്ട് ബിൽഡിങ് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. നമ്മുടെ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. നമ്മുടെ റെസ്യൂമിലടക്കം നമ്മൾ ആ ലിങ്ക് അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ കോൾ ചെയ്യുന്നതിന് മുമ്പ് അവർ നമ്മളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ കയറി നോക്കി എന്തൊക്കെയാണ് ഈ കാൻഡിഡേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റിൻ്റെ ആക്ടിവിറ്റീസ് എന്നൊക്കെ നമുക്ക് ആ ഒരു പ്രൊഫൈൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പം അതിനകത്തൊരു പ്രൊഫൈൽ ഫോട്ടോ ഇല്ല, പ്രൊഫൈൽ ബാനർ ഇല്ല, ഹെഡ്ലൈൻ ഇല്ല, എബൌട്ട് സെഷൻ ഇല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാത്ത, തീരെ ആക്റ്റീവ് അല്ലാത്തൊരു കാൻഡിഡേറ്റ് ആണ് എന്നുള്ളൊരു ഇംപ്രഷൻ ആയിരിക്കും വരിക. അപ്പം ലിങ്ക്ഡിൻ ഈസ് യുവർ ജോബ് മാർക്കറ്റ്. അവിടെ CEOs മുതൽ HR മാനേജേഴ്സ്, റിക്രൂട്ടിംഗ് ഏജൻസീസ്, ലൈക്ക് എവ്രിബഡി ഈസ് അവൈലബിൾ ദേ. ആക്ച്വലി ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ യു ക്യാൻ ഗെറ്റ് ദ ജോബ്. സോ ഈ ഒരു പ്ലാറ്റ്ഫോം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്ത ഒത്തിരി പേരെ എനിക്കറിയാം. സോ ഇറ്റ് ഈസ് റൈറ്റ് ടൈം ടുഡേ ഓൺവേർഡ്സ് യു സ്റ്റാർട്ട് വർക്കിംഗ്. ഒരു നല്ലൊരു പ്രൊഫഷണൽ പ്രൊഫൈൽ പിക്ക് സെറ്റ് ചെയ്യുക. അത് നിങ്ങളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന പോലെ മരത്തിൻ്റെ ഇടയിലും അങ്ങനെയുള്ള രീതിയിലേക്കല്ല, നിങ്ങളുടെ ഷോൾഡർ ലെവൽ മുതൽ ഫേസ് വരെ വിസിബിളായിട്ട് നിങ്ങൾ ചിരിച്ച് നിൽക്കുന്ന ഒരു നല്ലൊരു ഫോട്ടോ വയ്ക്കുക. ബാനറിൽ നിങ്ങൾ ചെയ്യുന്ന എന്താണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു നല്ലൊരു ബാനർ സെറ്റ് ചെയ്യുക. പലർക്കും പ്രൊഫൈൽ ഫോട്ടോസ് ഉണ്ടാവാറുണ്ട്, ബാനർ ഇല്ലാത്ത പോലെ കാണാറുണ്ട്. അപ്പോൾ ബാനർ ഓൾസോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ നിങ്ങളുടെ പേരിൻ്റെ അടിയിൽ നിങ്ങൾ ചെയ്യുന്ന വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡുകളൊക്കെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് എബൌട്ട് സെഷനിൽ ജസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്ന പോലെ ഒരു പ്രൊഫൈൽ സമ്മറിയൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് സെറ്റ് ചെയ്യാം. മാക്സിമം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീക്ക്ലി 1 പോസ്റ്റെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ കയറാൻ ഇഷ്ടപ്പെടുന്ന കമ്പനീൻ്റെ പോസ്റ്റുകളിലൊക്കെ നല്ല കോമൻറ്റുകൾ, ഇപ്പം ലിങ്ക്ഡിൻ തന്നെ ഒത്തിരി കോമൻറ്റ്സ് നമുക്ക് ഷെയർ ചെയ്ത് തരാറുണ്ടല്ലോ. അതല്ലാതെ ആ പോസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇൻസൈറ്റ്സ് എന്തൊക്കെയാണ് ആ രീതിയിലൊക്കെ കോമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പീപ്പിൾ വിൽ സ്റ്റാർട്ട് നോട്ടീസിങ് യു. സോ ഈ രീതിയിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് ലിങ്ക്ഡിനിൽ ബിൽഡ് ചെയ്യുക. എല്ലാ രീതിയിലും ലൈക്ക് മാക്സിമം നെറ്റ്വർക്ക് ചെയ്യുക. കണക്ഷൻ മെസ്സേജസ് ഒക്കെ അയച്ച് നിങ്ങൾ ഏത് പ്രൊഫൈലിലാണോ കരിയർ ബിൽഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നെറ്റ്വർക്ക് ചെയ്ത് there should be people to refer you when you are applying for jobs. ആ രീതിയിലേക്ക് റൈറ്റ് ഓഡിയൻസിനെ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്ത് തുടങ്ങാം. നമ്പർ 2, ഞാൻ എപ്പോഴും പല റീൽസിലായാലും പറയുന്നതാണ്, നമുക്ക് ഒത്തിരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. സോ അതൊക്കെ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഇങ്ങനെ പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആദ്യമേ കേൾക്കുന്ന പോലെയുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. യു വിൽ ബി ഫീലിംഗ് എന്താ പറയുക, ഓക്കെ ടു ആൻസർ ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ചോദിക്കുകയാണ് പെട്ടെന്ന് നിങ്ങളോട് ഹൗ ഡു യു ഹാൻഡിൽ കോൺഫ്ലിക്ട്സ്. അപ്പം ആദ്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഈ ചോദ്യം എങ്ങനെ ഉത്തരം പറയണം, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്ത എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ഇവിടെ ഇങ്ങനെ ലൈക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. യു മൈറ്റ് ബി തിങ്കിങ് അ ലോട്ട് ബട്ട് യു വോണ്ട് ഗെറ്റ് ദി റൈറ്റ് ആൻസർ. സോ ഇങ്ങനെയുള്ള കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ പ്രൊജക്ട് പ്രസൻറ്റേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സാലറി നെഗോസിയേഷൻ ഉണ്ടാവും, വൈ ഷുഡ് ബി ഹൈർ യു, വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ നെക്സ്റ്റ് 5 years, വാട്ട് ആർ യുവർ കരിയർ ഗോൾസ്, വാട്ട് ആർ യുവർ സ്ട്രെങ്ത്സ്, വീക്ക്നെസ്, ഇങ്ങനെയുള്ള കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോഴേ എടുത്തിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യാം. ഓൺലൈനിലൊക്കെ ഒത്തിരി സ്ക്രിപ്റ്റഡ് ആൻസേഴ്സ് കിട്ടും. അതൊക്കെ വേഗം HRസിന് മനസ്സിലാവും ഇതൊക്കെ സ്ക്രിപ്റ്റ് ആണെന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് അത് പറഞ്ഞ് എങ്ങനെ പറയുന്ന പോലെ ലൈക്ക് പ്രോപ്പറായിട്ട് അതെങ്ങനെ ഡെലിവറി ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പം ഇതാണ് സെക്കൻഡ് പോയിന്റ്, പ്രിപ്പയർ ഓൺ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. നമ്പർ 3, നിങ്ങൾ ഏതൊരു കമ്പനിക്കും നിങ്ങളുടെ റെസ്യൂമെ അല്ലെങ്കിൽ നിങ്ങളുടെ CV ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഡു നോട്ട് ഫർഗെറ്റ് ടു കസ്റ്റമൈസ് അക്കോർഡിംഗ് ടു ദിയർ റിക്വയർമെൻറ്റ്. നിങ്ങൾ ചിലപ്പം ഓൾറെഡി ഒരു റിക്വയർമെൻറ്റിൻ്റെ ബേസിൽ ഒരു റെസ്യൂമെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം ഓൾറെഡി ചില കമ്പനീസ്, എസ്പെഷ്യലി MNCs പോലത്തെ ഉള്ള കമ്പനീസിലൊക്കെ ഒത്തിരി ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ദേ യൂസ് ATS പോലെയുള്ള സോഫ്റ്റ്വെയർ.
അപ്പം ഈ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള കീവേഡുകൾ ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാനും ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള രീതിയിലേക്ക് റെസ്യൂമേഴ്സ് വെച്ച് അയക്കാനും നിങ്ങൾ ഫൊഗറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈസി അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ യു ഷുഡിൻ ഫൊഗറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ കമ്പനി ഡീറ്റെയിൽസ്. ആ ഒരു ഏത് കമ്പനിയാണെന്ന് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുക. അവരുടെ എന്താ പറയുക, വെബ്സൈറ്റിൽ പോയിട്ട് ഇവരുടെ കരിയേഴ്സിൻ്റെ മെയിൽ ID എന്തെങ്കിലും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരുടെ ലിങ്ക്ഡിനിൽ ആൾക്കാരെ കണക്ട് ചെയ്തിട്ട് അവരുടെ മെയിൽ ID കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു കവർ ലെറ്റർ ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ റെസ്യൂമേയും കൂടെ വെച്ച് റീഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഡു നോട്ട് കംപ്ലീറ്റ്ലി റിലൈ ഓൺ ഈസി അപ്ലൈ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ATS ഒക്കെ വെച്ചിട്ടാണ് അവർ വെരിഫൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓൾറെഡി 300-400 ഒരു 10-15 റെസ്യൂമേഴ്സേ അവർക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അപ്പോൾ ഇഫ് യു വോണ്ട് ടു കൺഫേം ഇറ്റ് ഫ്രം യുവർ സൈഡ്, ഇതുപോലെ റീ അപ്ലൈ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് മെയിലായിട്ട് നിങ്ങളുടെ റെസ്യൂമേഴ്സ് അയക്കാൻ വേണ്ടി വിട്ടുപോകരുത്. സോ പ്ലീസ് കീപ് ദിസ് ഇൻ മൈൻഡ് വൈൽ യു അപ്ലൈ. നമ്പർ 4, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആ കമ്പനീനെ കുറിച്ച് നല്ല റിസർച്ചും സ്റ്റഡിയും ചെയ്യുക. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് റെഡി ആവാനും. സോ യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ലൈക്ക് വൈ ഡു യു വോണ്ട് ടു ജോയിൻ ദിസ് ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലല്ലാതെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടൊരു ആൻസർ പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ടീമിനെ ജോയിൻ ചെയ്യേണ്ടത്, അപ്പോൾ അവരുടെ വിഷൻസ്, അവരുടെ ഗോൾസ് എന്തൊക്കെയാണ് അവർ ചെയ്തതെന്നൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ, അവരുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ സ്പെസിഫിക്കലി എന്തൊക്കെ സ്കിൽസാണ് ആ കാൻഡിഡേറ്റിൽ അവർ നോക്കുന്നത്. അപ്പം നേരത്തെ തന്നെ നിങ്ങൾക്ക് അത് അറിഞ്ഞ് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയും പറ്റുന്നുണ്ടാവും. നമ്പർ 5, സ്റ്റേ ഓൾവേസ് അപ്ഡേറ്റഡ്. ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു ഏത് ഫീൽഡാണ്, IT ആണോ അതോ വേറെ ഏത് പ്രൊഫഷനിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അവിടെയുള്ള ഇപ്പോഴത്തെ ടെക്നോളജി അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവണം. അങ്ങനെയുള്ള ഡിസ്കഷൻസ് വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞ ഒപ്പീനിയൻസ് അല്ലാതെ നിങ്ങൾ സ്റ്റഡി ചെയ്ത രീതിയിൽ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഓൾവേസ് സ്റ്റേ അപ്ഡേറ്റഡ്. ആൻഡ് നമ്പർ 6, നിങ്ങൾ ഈ പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവല്ലോ, ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ വെച്ചിട്ടുള്ള രീതിയിലേക്കുള്ള നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒരു മോക്ക് ഇൻ്റർവ്യൂസ് എടുക്കാനും ഒരു എക്സ്പേർട്ട്, മീനിങ് ലൈക്ക് യുവർ ഫ്രണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോട് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയാം. നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുക. ആ വീഡിയോ ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രസൻറ്റേഷനൊക്കെ ഓവറോൾ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ എന്താ പറയുക, ഗൂഗിൾ മീറ്റിൽ നിങ്ങളുടെ ഐ കോൺടാക്ട്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങൾ പേടിക്കുന്നുണ്ടോ, നിങ്ങൾ ചിരിക്കുന്നുണ്ടോ, ഈ രീതിയിലേക്ക് നിങ്ങൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ഒരു യൂഷ്വൽ തിങ് ആവും. ആദ്യമായിട്ട് അങ്ങനെ ഒരു മീറ്റിങ്ങിൽ കയറുമ്പോഴാണ് നിങ്ങൾ പാനിക്കും കാര്യങ്ങളൊക്കെ ആവുന്നത്. കണ്ടിന്യൂസ്ലി ഈ രീതിയിലേക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൺഫ്രണ്ട് ചെയ്യും, ഇങ്ങനെയുള്ള ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യുമ്പോഴത്തേക്കും യു ഫീൽ ഓക്കെ വിത്ത് ഇൻ്റർവ്യൂസ്. സോ ഇങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പേർട്ടൊക്കെ ആയിട്ട് ഇടയ്ക്കൊരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു ഡിസ്കഷനൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. സോ ദീസ് ആർ ദ 6 ടിപ്സ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഇപ്പോൾ 2025 നിങ്ങളുടെ ഇൻ്റർവ്യൂസ് ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. സോ ഐ ഹോപ്പ് യു ഗൈസ് ആർ ഗോയിങ് ടു വർക്ക് ഓൺ ദീസ് സ്കിൽസ്. ജസ്റ്റ് HR റൗണ്ട് മാത്രം ക്രാക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഏത് സ്ട്രീം, ഏത് കരിയർ പാത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, അവിടെ റെലവൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസും നിങ്ങൾ ഇപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം വെൻ ദ ഇൻ്റർവ്യൂ കംസ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഐ ഹോപ്പ് ദ വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് until next video, bye.